അതിന് സമൂഹം സംസാരിച്ചിരുന്നു. കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ADGP തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 50 പോലീസുകാരെയാണ് അവിടെ വിന്യസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ബലമായിട്ട്. നമ്മൾ അവിടെ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്, അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ അക്രമം നടക്കുന്നത്. അറിയിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായി പോലീസ് അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങൾ 50ഓളം പോലീസ് അവരിറങ്ങുമ്പോൾ പോലീസ് മാറി നിൽക്കുന്നു കൊടുക്കുമായിരുന്നു. ആ വാഹനങ്ങൾ ആക്രമിക്കുമ്പോൾ പോലീസ് 2 സൈഡിലേക്ക് മാറി നിന്ന് കൊടുക്കുന്ന സാഹചര്യം. ആക്രമിക്കുന്നവരെ പിടിച്ചു മാറ്റാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല. തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. ഈ പ്രതികൾ ഇന്നലെ CPM-ന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ നടപടി എടുക്കാത്തത്? പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകും. മുൻ കൗൺസിലർ അടക്കമുള്ളവർ ഒളിവിൽ പോകാനുള്ള സൗകര്യം കൊടുത്തത് പോലീസല്ലേ? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻ കൗൺസിലർ IPB-നും അടക്കമുള്ളവർ മുട്ടയെറിയുന്ന സാഹചര്യം ഉണ്ടായി. ദൃശ്യങ്ങളടക്കം ഉണ്ട് താനും. അവരടക്കം ഈ വൈകുന്നേരം പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നു താനും. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നുള്ളത് അന്വേഷണമായിട്ട് പറയാം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ എന്ത് സംഭവങ്ങൾ തന്നെ അത് നമ്മൾ വിശ്ലേഷിക്കും. അതിലുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കും. മുന്നോട്ട് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല. ജൂനിയർ IPS ഉദ്യോഗസ്ഥരെ ഉണ്ടായിരുന്നു. അവരുടെ DCP-മാരുടെ ചുമതല അവർ ചെയ്യുന്നതാണ്. അതിലേക്ക് അവരുടെ ചുമതല അച്ചം ചെയ്യേണ്ടത്. അന്വേഷണ സംഘം ഉണ്ടാവോ? പ്രത്യേക അന്വേഷണ സംഘം എന്തെങ്കിലും ഉണ്ടാവോ? ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിലുള്ള പൂജിതമാക്കും മാത്രമേ. അതിന്റെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവിടെ സെക്യൂരിറ്റി ഡിപ്ലോയ്മെന്റ് കുറവില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ വി ഹാവ് ഡിപ്ലോയ് മോർ ദാൻ 300 persons അവിടത്തേക്ക്. ആ സമയത്ത് ടോട്ടൽ ഇന്നലെ ഈ സംഭവത്തിലെ 300ഓളം പേര് ഡിപ്ലോയ്മെന്റ്. അതല്ല, അതായത് പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെയല്ല. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് പേഴ്സൺ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പോലീസിന് മുന്നിൽ ഇത്ര അതിക്രമം നടന്നത്? പോലീസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇല്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ